ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും ലീഗും ഒരേപോലെ കേരളത്തിലുടനീളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇമാതിരിയുള്ള കളവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹം വി.ഡി. സതീശൻ തന്നെ പറഞ്ഞത്, ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പദ്ധതി തന്നെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞതാണ് അന്നത്തെ UDFൻ്റെ കൺവീനർ M.O. ഹസൻ. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. അങ്ങനെ ഒരു കാര്യവും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അത് അസംബന്ധമാണ് പറയുന്നതെന്നാണ്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേട്ടതല്ലേ. അപ്പോൾ ഇമാതിരിയുള്ള കളവ് പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രതിപക്ഷ നേതാവ് രാവിലെ എഴുന്നേറ്റ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേരളത്തിൻ്റെ ഒരു ചിത്രം. വരട്ടെ ഇല്ലാത്ത കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യണ്ട. ഉള്ള കാര്യം അവർ തന്നെ പറയട്ടെ, ഇനി എന്താണെന്നുള്ള പറയട്ടെ, നോക്കാം, നോക്കിയിട്ട് പറയാം. ഇപ്പം ഇത്രയും ആക്ഷേപങ്ങൾ ഉയർന്ന സ്ഥിതിക്ക് ഒരു അന്വേഷണം നടത്താൻ സർക്കാരിന് പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ? അല്ല, അന്വേഷണം നടത്തുന്നതല്ല, ഇതല്ല ഇവർ ഈ കോടാനുകോടി ഉറുപ്പിക പിരിച്ചിട്ട് അത് മുക്കിയല്ലോ. ഈ അന്വേഷണം നടത്തേണ്ടി വരും. അതിപ്പോൾ ആയില്ലല്ലോ. നമുക്കിപ്പോൾ അന്വേഷണം നടത്തുക മാത്രമല്ലല്ലോ പ്രശ്നം. രാജ്യത്തിൻ്റെ മുമ്പിൽ കോൺഗ്രസ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ? കോടാനുകോടി ഉറുപ്പിക പിരിക്കുക, എന്നിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ അതേപോലെ പിരിക്കുക. ഈ പിരിച്ച പണമൊന്നും ഓടി ഇല്ലാണ്ടിരിക്കുക. അവസാനം ഇപ്പം പറഞ്ഞു കേട്ടത് AICക്കാരാൻ മറ്റാണത്രേ ഒരു കോടി തന്നെ കൊടുത്തത്. ഈ പിരിച്ച പണ്ടൊന്നും ഓടിയില്ല. അപ്പോൾ അത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം. നിങ്ങളെ അഭിപ്രായം നിങ്ങൾക്കും പറയാം. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെ വിലയിരുത്തുന്നു? അമ്പലപ്പുഴയിൽ ഇടതുകൂട്ട ജനാധിപത്യ മുന്നണി ജയിച്ചിരിക്കും. പോരെ, ജി സുധാകരൻ എനിക്ക് പറയേണ്ട കാര്യം, അയാൾ UDF അല്ലേ? നോ അദ്ദേഹത്തോട് ഒരു വർത്തമാനം പറയേണ്ടില്ല. അദ്ദേഹത്തിൻ്റെ പിന്തുണ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ഈ പറയുന്ന UDF ആണ്. UDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷി ജമാഅത്തെ ഇസ്ലാമിയാണ്. പിന്നെ വർഗീയതിനെ പറ്റി ഒന്നും മുണ്ടാൻ അവകാശമില്ല. ബിജെപിയുടെ 5000 വോട്ട് കിട്ടുമെന്ന് പറയുന്നു. SDPയുടെ പിന്തുണ എല്ലാ വോട്ടും കിട്ടുന്നു. വർഗീയ മുന്നണിയോടൊപ്പം തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ ജി സുധാകരൻ ഈ ഒരു തെരഞ്ഞെടുപ്പ്? അല്ല, ജി സുധാകരൻ എന്ന് പറയുന്ന വ്യക്തികളെ പൂർവ്വകാല ചരിത്രവുമായിട്ട് ഇന്നത്തെ വർത്തമാനത്തിന് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഞങ്ങൾ കോൺഗ്രസിൻ്റെ പിന്തുണ വാങ്ങും, അതുപോലെ തന്നെ SDPയുടെ പിന്തുണ വാങ്ങും, ജമാഅത്തെ ഇസ്ലാമിൻ്റെ പിന്തുണ വാങ്ങും, അതുപോലെ തന്നെ BJPൻ്റെ പിന്തുണ വാങ്ങും, എല്ലാവരുടെയും പിന്തുണ വാങ്ങും. ഞാനങ്ങനെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്ത് സ്വതന്ത്രൻ? അദ്ദേഹം UDF ആയിരിക്കുകയാണ്. UDFൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുക അദ്ദേഹം. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ പൂർണ്ണമായ അർത്ഥത്തിൽ അതിൻ്റെ ഭാഗമാണ് അദ്ദേഹം. അതുകൊണ്ട് പൂർവ്വകാല ജി സുധാകരനെ പറ്റി വിലയിരുത്തേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പോൾ ഉള്ള സുധാകരൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും UDFൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാറ്റിൻ്റെയും ഒപ്പം നിൽക്കുന്ന ഒരാളായിട്ട് മാത്രമേ ജി സുധാകരനെ കാണാൻ സാധിക്കുള്ളൂ. ഒരു സ്വതന്ത്രമില്ല. അമ്പലപ്പുഴ ഉറപ്പായിട്ട് ഇടതുപെട്ട ജനാധിപത്യം ജയിച്ചിരിക്കും. പോരെ, അമ്പലപ്പുഴയിൽ ഉറപ്പായും ഇടതുമുന്നണി തന്നെ ജയിക്കും. ഇവിടെ സുധാകരൻ ഫാക്ടറോട് ഘടകമേ ആകില്ല, വർഗീയതയെക്കുറിച്ച് സംസാരിക്കാൻ കോൺഗ്രസിന് അവകാശമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്.